വിവാദങ്ങൾക്കിടെ CPM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തന്നെയാവും മുഖ്യ അജണ്ട. വിശദാംശങ്ങളുമായി ബിനോയ് ഉണ്ട്. ബിനോയ്, വലിയ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ CPM നേതൃയോഗങ്ങൾക്ക് തുടക്കമാകുന്നത്. എത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ യോഗങ്ങൾക്ക്? എബി, കോൺഗ്രസുമായും CPM-ഉമായും തങ്ങളിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ CPM സംസ്ഥാന സമിതി യോഗത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗവും അടുത്തു വരുന്ന 2 ദിവസങ്ങളിൽ സംസ്ഥാന സമിതി യോഗവുമാണ്. നിരവധി പ്രശ്നങ്ങൾ, അതായത് പാലക്കാട് ജില്ലയിലെയും ആലപ്പുഴ ജില്ലയിലെയും ഒപ്പം തന്നെ ഈ SFI പ്രശ്നങ്ങളും ഇതെല്ലാം വരുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സമിതി ചേരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ആലപ്പുഴ ജില്ലയിലും ഒപ്പം പാലക്കാട് ജില്ലയിലും തരം താഴ്ത്തൽ ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു തെറ്റുതിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെയാണ് SFIയുടെ പ്രശ്നങ്ങൾ. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതി യോഗവും ചേരുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ തന്നെ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-നകത്തുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുക, അതായത് നിരവധി ആരോപണങ്ങളാണ് വിവിധ സമയങ്ങളിൽ ഉയർന്നു വന്നത്. പ്രത്യേകിച്ചും ആലപ്പുഴയിൽ ഉണ്ടായ ചേരിതിരിവ്, ആ ചേരിതിരിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കർശനമായ നടപടികളാണ് CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുതന്നെയാണ് പാലക്കാടും ഉണ്ടായത്. അത്തരത്തിൽ CPM-ൻ്റെ മുഖച്ഛായ കൂടുതൽ മിനുക്കുന്ന തരത്തിലേക്ക് CPM മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഇതിനിടയിൽ വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പ്രശ്നങ്ങൾ, SFIയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നങ്ങൾ ചെറുതല്ല. കാരണം ആൾമാറാട്ടം, ഒപ്പം വ്യാജ മാർക്ക് ലിസ്റ്റ് ഹാജരാക്കൽ, ഇങ്ങനെ വ്യാജ ഡിഗ്രി ഹാജരാക്കൽ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ SFIയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ് അതായത് പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ചേരുന്ന ഒരു സംസ്ഥാന സമിതി യോഗം എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതുമാത്രവുമല്ല, കേന്ദ്ര കമ്മിറ്റിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കമ്മിറ്റിയിലെടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ താഴേക്കിടയിലുള്ള റിപ്പോർട്ടിങ്ങും ഇന്നത്തെ യോഗത്തിലുണ്ടാവും. അത്തരത്തിൽ ഈ 3 ദിവസം നിലനിൽക്കുന്ന യോഗത്തിൽ ഏതൊക്കെ പരാമർശങ്ങളുണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും സംഘടനാ കാര്യങ്ങളായിരിക്കും കൂടുതലും ചർച്ചയ്ക്കുള്ള സാധ്യത. പ്രധാനമായും CPM-ൽ ഇപ്പോൾ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ആലപ്പുഴയിലെ തരം താഴ്ത്തലിന് ശേഷം ഏകദേശം 2 ആഴ്ച പിന്നിടുന്നു. അതിനുശേഷം അവിടുത്തെ പാർട്ടിയിലുണ്ടായ മാറ്റങ്ങൾ, ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലാണ് പാലക്കാടും ഇത്തരത്തിൽ തരം താഴ്ത്തലുണ്ടായത്. ഇത്തരം ഈ സംഭവങ്ങളൊക്കെ പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? അങ്ങനെ ബാധിക്കുകയാണെങ്കിൽ അതിനെങ്ങനെ നേരിടാം എന്നുള്ള കാര്യം. രണ്ടാമത്, അതായത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവിധ അഴിമതി ആരോപണങ്ങൾ. AI ക്യാമറയുണ്ട്, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട AI ക്യാമറയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവസാനം ലാപ്ടോപ്പിൽ വരെ എത്തി നിൽക്കുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ. ഇത്തരം ആരോപണങ്ങളെ ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കണം നേരിടേണ്ടത്? മാത്രവുമല്ല, മന്ത്രിസഭ അഴിച്ചുപണി എന്ന ഒരു കാര്യം കൂടി ചിലപ്പോൾ, അത് പക്ഷേ ഒരു സൂചന മാത്രമാണ്, അത് പ്രാവർത്തികമാക്കണം എന്നില്ല. അതായത് പല മന്ത്രിമാരുടെയും ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് CPM സംസ്ഥാന സമിതി യോഗം തന്നെ നേരത്തെ അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇനി ഒരു പക്ഷേ മന്ത്രിസഭ അഴിച്ചുപണി അതൊരു സൂചന മാത്രമാണ്, എന്നാൽ അത് നടക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എങ്കിൽ തന്നെയും വളരെ വിശാലമായ ഒരു സംസ്ഥാന സമിതി യോഗമാണ് ഈ 3 ദിവസങ്ങളിൽ ചേരാൻ പോകുന്നത്. എബി, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു യോഗമായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് മുഖ്യ അജണ്ടയായി വരുന്നത്. അതിന് മുന്നോടിയായി നിലവിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള, സംഘടനാപരമായി ശക്തി പ്രാപിക്കുക എന്നുള്ള തന്നെ ഒരു നടപടി തന്നെയാണ് CPM-ൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. 3 ദിവസങ്ങളിലാണ് നേതൃയോഗം നടക്കുക. വിവരങ്ങൾ നൽകിയത് ബിനോയ് ആണ്, തിരുവനന്തപുരത്ത് നിന്ന്.